നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോയ സീസണിൽ റാഫീഞ്ഞ ബാലൻഡിയോർ നേടുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം 5ാം സ്ഥാനത്തേക്കാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ബാലൻഡിയോർ ലഭിക്കാത്തതിൽ പേഴ്സണലി വലിയ നിരാശ ഉണ്ടായിരുന്നു. കാരണം അത്ര മനോഹരമായിട്ട് കളിച്ചൊരു സീസൺ നമ്മൾ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കും, അത് സംഭവിച്ചില്ല. പിന്നെ ഫുട്ബോളിൽ ഇങ്ങനെ ഓരോ സൈക്കിളാണ്. ഇനിയും തനിക്ക് ബാലൻഡിയോർ നേടാനുള്ള അവസരമുണ്ടാകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത്. റാഫീഞ്ഞയുടെ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, ബാലൻഡിയോർ നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ അത്രയധികം സമർപ്പിച്ച് കളിച്ചിട്ട്, എല്ലാ ദിവസവും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഇൻക്രെഡിബിൾ സീസണാണ് നമ്മൾ കളിച്ചത് എന്നിരുന്നിട്ടും നമുക്ക് ലഭിച്ചില്ലല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള താരങ്ങളിൽ ഞാനും ഉണ്ടാകുമെന്ന്. ശരിയാണ്, 5th പൊസിഷനിൽ ഫിനിഷ് ചെയ്തു എന്നുള്ളത് ഒരു അംഗീകാരം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉയർന്ന സ്ഥാനം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ബാലൻഡിയോർ വിജയിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ അറ്റ് ദി സെയിം ടൈം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇറ്റ് ടോട്ട് മീ ഹ്യൂമിലിറ്റി ആൻഡ് പേഴ്സ്പെക്റ്റീവ്. ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ അവാർഡാണ്. പക്ഷേ ഫുട്ബോൾ ഒരു ടീം സ്പോർട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം നോക്കുമ്പോൾ, ഞാൻ ബാഴ്സലോണയിലും ബ്രസീലിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ നോക്കുമ്പോൾ ഐ റിയലൈസ് ഹൗ മച്ച് ഐ ഹാവ് ടു ബി താങ്ക്ഫുൾ ഫോർ ഇൻസ്റ്റെഡ് ഓഫ് ഡിസപ്പോയിൻറ്റഡ്. ഞാൻ നിരാശനാകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നന്ദിയുള്ളവനാവുകയാണ് വേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഞാനിപ്പോൾ വലിയ നന്ദിയുള്ളവനാണ്. അത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്നെ വളരാൻ സഹായിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എനിക്കിനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഭാവിയിൽ ആ ഒരു ബാലൻഡിയോറിനായിട്ട് പോരാടാനുള്ള അവസരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ തിങ്ക് ഐ വിൽ ഹാവ് എ ചാൻസ് ടു വിൻ ബാലൻഡിയോർ ഇൻ ദി ഫ്യൂച്ചർ. ഞാനങ്ങനെ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സൈക്കിൾസ്, ഫുൾ ഓഫ് സൈക്കിൾസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്ന ഒന്നാണ്. സോ ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് വർഷങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. എനിക്ക് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇനിയും എനിക്ക് വളരാൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒന്നുകൂടിയാണത്. ടോപ്പിലെത്താൻ ഇനിയും ഞാൻ വളരേണ്ടതുണ്ട് എന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണത്. എല്ലാ സീസണിലും നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത വരുന്നു, ചാൻസ് വരുന്നു, കിരീടങ്ങൾ ചൂടാനുള്ള സാധ്യതകൾ വരുന്നു, കൂടുതൽ റെക്കഗ്നിഷൻ നേടാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഞാനതിലൊരു മോട്ടിവേഷനായിട്ട് കാണുന്നു, ഒരു പ്രഷറായിട്ട് എടുക്കുന്നില്ല. എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്കറിയാം. സോ ഞാൻ ഇവിടെ എത്താൻ വേണ്ടി എത്രത്തോളം വർക്ക് ചെയ്തു എന്നും എനിക്കറിയാം. സോ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തതയോടുകൂടി റാഫീഞ്ഞ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.